മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇൻ ആക്ഷൻ എന്ന ചാപ്റ്ററിലൊരു സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞുള്ളത്? ദ ഇമേജ് ഷോസ് എ നെയിൽ ബീങ് പുൾഡ് ഔട്ട് യൂസിങ് എ നെയിൽ പുള്ളർ. ഒരു നെയിൽ പുള്ളർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഒരു നെയിൽ പുള്ള് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് എ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വിച്ച് ടൈപ്പ് ഓഫ് ലിവർ ഈസ് എ നെയിൽ പുള്ളർ. ഒരു നെയിൽ പുള്ളർ ഏത് ടൈപ്പ് ലിവറാണെന്നുള്ളതാണ് ചോദിച്ചുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ ഏറ്റവും തന്നെ നമുക്ക് മനസ്സിലാക്കണം, നമുക്ക് 3 ടൈപ്പ് ലിവറുകളാണത്. ലിവറുകൾ എത്ര ടൈപ്പ് ഉണ്ട്? 3 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, പിന്നെന്താണ്? തേർഡ് ഓർഡർ. ഓക്കെ അല്ലേ? ഇനി ഫസ്റ്റ് ഓർഡറിൻ്റെയും സെക്കൻഡ് ഓർഡറിൻ്റെയും തേർഡ് ഓർഡറിൻ്റെയും എക്സാമ്പിൾ ബൈ ഹാർട്ട് പഠിക്കണേക്കാളും നല്ലത് എങ്ങനെയാണ് ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ എന്ന ക്ലാസിഫിക്കേഷൻ വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ മതി. എങ്കിൽ നമുക്ക് ടെക്സ്റ്റ് നോക്കിക്കൊണ്ട് മനസ്സിലാക്കിയിട്ട് ഈ ആൻസറിലേക്ക് വരാം. ഇതേ നോക്കിയാൽ നമുക്ക് ലിവറിനെ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും നോക്കിയാൽ. ലിവറിനെ നമുക്ക് എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും നോക്കിയാൽ 3 ടൈപ്സ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണ്? ഫസ്റ്റ് ഓർഡർ ലിവർ, സെക്കൻഡ് ഓർഡർ ലിവർ, തേർഡ് ഓർഡർ ലിവർ. ഓക്കെ അല്ലേ? ഇനി ഫസ്റ്റ് ഓർഡർ ലിവറുടെ പ്രത്യേകത ഇതാ പഠിച്ചു വെച്ചോട്ടോ. ഫുൾ ക്രം നടുവിൽ വന്നാൽ അതാണ് ഫസ്റ്റ് ഓർഡർ. അപ്പോൾ ഫസ്റ്റ് ഓർഡർ എന്ന് വെച്ചാൽ ഫുൾ ക്രം നടുവിൽ വരും. ഓക്കെ അല്ലേ? റൊട്ടേറ്റ് ചെയ്യുന്ന പോയിന്റ്. ഓക്കെ അല്ലേ? കത്രിക ഒരു എക്സാമ്പിളാണ്. ദേ ഇവിടെയാണ് എന്തിരിക്കുന്നത്? ഫുൾക്രം ഇരിക്കുന്നത്. നമ്മൾ ഇവിടെയാണ് എന്ത് കൊടുക്കുക? എഫേർട്ട് കൊടുക്കുക. ഇവിടെയാണ് എന്ത് വരിക? ലോഡ് വരിക. അപ്പോൾ ഫുൾക്രം നടുക്കിൽ. അപ്പോൾ ഇത് ഏത് ഓർഡറാണ്? ഫസ്റ്റ് ഓർഡറാണ്. ഓക്കെ അല്ലേ? അതുപോലെ സെക്കൻഡ് ഓർഡർ ലിവർ. ഇതേ നോക്കി, ഈ ചിത്രം നോക്കിയാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ലോഡാണ് നടുവിൽ വരുന്നതെന്ന് കരുതുക. ലോഡാണെങ്കിൽ L2, ലോഡാണെങ്കിൽ അതെന്താണ്? സെക്കൻഡ് ഓർഡറാണ്. ഇതേ നോക്കിയാൽ നമ്മൾ ഈ ഇതാണ് ഇതേ നോക്കിയാൽ പാക്ക് വെട്ടി എന്നൊക്കെ പറയും അല്ലേ? ഈ സംഭവത്തിലേക്ക് ഒന്ന് നോക്കിയാൽ ആൾ എഫേർട്ട് കൊടുക്കുന്നത് ഇവിടെയാണ്. എഫേർട്ട് ഇവിടെയാണ്. ലോഡ് ഇരിക്കുന്നത് നടുവിലാണ്. ഇവിടെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയാണ് ഇരിക്കുന്നത് എന്ത്? ഫുൾക്രം ഇരിക്കുന്നത്. അപ്പോൾ ലോഡ് നടുവിലാണെങ്കിൽ ഇത് ഏത് ഓർഡറാണ്? സെക്കൻഡ് ഓർഡറാണ്. അതുപോലെ തന്നെ തേർഡ് ഓർഡറിൻ്റെ പ്രത്യേകത എന്താ? ഇനി ആരാ ബാക്കിയുള്ളത്? എഫേർട്ട്. എഫേർട്ടാണ് നടുവിലെങ്കിൽ അതേതാണ്? തേർഡ് ഓർഡറാണ്. ഈ ഫോർസെപ്സ് എക്സാമ്പിളാണ്. കാരണം നമ്മൾ എപ്പോഴും ഫോർസെപ്സ് പിടിക്കുക എവിടെയാണ്? നടുവിലാണ് പിടിക്കുക അല്ലേ? എവിടെയാണ് പിടിക്കുക അല്ലേ? ഇവിടെയല്ലേ പിടിക്കുക. അപ്പോൾ എഫേർട്ട് എവിടെ വന്നു? നടുവിൽ വന്നു. നടുവിൽ എഫേർട്ട് വരാൻ വെച്ചാൽ അതേതാണ്? തേർഡ് ഓർഡറാണ്. നമുക്ക് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതേ നോക്കിയാൽ ഫസ്റ്റ് ഓർഡർ വെച്ചാൽ ഏത് വരും പറഞ്ഞേ? ഫുൾക്രം വരും, F1. ഓക്കെ അല്ലേ? ലിവറാണെങ്കിൽ ലോഡ് വരും. തേർഡ് ആൻസർ എന്ത് വരും? എഫേർട്ടാണ് മിഡിലായിട്ട് വരിക. ഓക്കെ അല്ലേ? ഇനി നെയിൽ പുള്ളറുടെ കേസ് ഒന്ന് നോക്കിയേ. ഈ നെയിൽ പുള്ളറിൽ നോക്കിയേ എന്താ പ്രത്യേകത? ഇവിടെയാണ് എന്തിരിക്കുന്നത്? ഫുൾക്രം ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ എന്ത്? ലോഡ്. ഇവിടെയാണ് എന്ത്? എഫേർട്ട്. അപ്പോൾ ഒന്ന് പറഞ്ഞേ എന്ത് വരും? നടുവിലായിട്ട് എന്താ വരുന്നത്? ഫുൾക്രമാണ് വരുന്നത്. അപ്പോൾ ഇത് ഏത് ഓർഡറാണ് വരാം? ഫസ്റ്റ് ഓർഡറാണ് വരാം. ഇപ്പോൾ ഈ ചിത്രം കൃത്യമായി മനസ്സിലായില്ലെങ്കിൽ ടെക്സ്റ്റിൽ വേറൊരു നെയിൽ പുള്ളറുടെ ചിത്രമുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് റെഫറൻസ് ആയിട്ട് എടുക്കാം. നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഈ ചിത്രം ഒന്ന് നോക്കിയേ. ഈ ചിത്രത്തിൽ ഒരാൾ ഇങ്ങോട്ടേക്ക് എന്ത് കൊടുക്കുന്നു? എഫേർട്ട് കൊടുക്കുന്നു. ഓക്കെ അല്ലേ? നെയിൽ പുള്ളറാണ് നമ്മുടെ ലോഡ്. അപ്പോൾ ലോഡ് മേലേക്ക് പൊന്തി വരുന്നു. എവിടെ വെച്ചിട്ടാണ് ഇത് റൊട്ടേറ്റ് ചെയ്യണമെന്ന് നോക്കിയാൽ? നടുവിൽ. അവിടെയാണ് ആരിയിരിക്കുന്നത്? ഫുൾക്രം ഇരിക്കുന്നത്. എങ്കിൽ ഇത് ഏത് ഓർഡറാണ്? ഫസ്റ്റ് ഓർഡറാണ്. അപ്പോൾ എപ്പോഴും ഓർത്ത് വയ്ക്കട്ടോ. നടുവിൽ ആരാണ് വരാൻ നോക്കുക? നടുവിൽ ഫുൾക്രം ഫസ്റ്റ് ഓർഡർ, നടുവിൽ ലോഡ് സെക്കൻഡ് ഓർഡർ, നടുവിൽ എഫേർട്ട് തേർഡ് ഓർഡർ. എങ്കിൽ ഇതിൻ്റെ ആൻസർ എന്ത് ഏതാണ് നമുക്ക്? വിച്ച് ടൈപ്പ് ഓഫ് ലിവർ ഇസ് എ നെയിൽ പുള്ളർ? ഏതാണ്? ഫസ്റ്റ് ഓർഡർ. റീസൺ എന്താണ്? റീസൺ എന്തേതാം? ബിക്കോസ് എന്താണ്? ഫുൾക്രം ഈസ് ഇൻ മിഡിൽ. ഓക്കെ അല്ലേ? ഇനി ഇത് വെച്ചിട്ടൊരു പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. ഇത് നോക്കിയേ. എ ഫോഴ്സ് ഓഫ് 50 Newton ഹാഡ് ടു ബി അപ്ലൈഡ് ടു പുൾ ഔട്ട് ദ നെയിൽ. അപ്പോൾ ഇത് നോക്കിയാൽ നമ്മൾ കൊടുത്ത എഫേർട്ടാണ് എന്ത്? 50 Newton. ഓക്കെ അല്ലേ? ഫോഴ്സ് ഓഫ് 50 Newton ഹാഡ് ടു ബി അപ്ലൈ. നമ്മൾ അപ്ലൈ ചെയ്തതാണ് എന്ത്? 50 Newton. അപ്പോൾ എനിക്ക് എന്തെടുക്കാം? എഫേർട്ട് എന്തായിട്ട് എടുക്കാം? 50 Newton ആയിട്ട് എടുക്കാം. ഓക്കെ അല്ലേ? ടു പുൾ ഔട്ട് ദ നെയിൽ. ഇഫ് ദ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് ദ നെയിൽ പുള്ളർ ഈസ് 5. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 5 ആണെങ്കിൽ വാട്ട് വാസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ് ബൈ ദ നെയിൽ? ലോഡ് എത്ര വന്നിട്ടുണ്ടാവുന്നത്? എന്നുവെച്ചാൽ നെയിൽ എക്സ്പീരിയൻസ് ചെയ്തത് എന്താ? ലോഡ് എത്ര വരും എന്നാണ് ചോദിച്ചത്. അപ്പം മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈക്വൽ ടു എന്താണ്? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈക്വൽ ടു എന്താണ്? ലോഡ് ഡിവൈഡഡ് ബൈ എന്താണ്?
എഫേർട്ടാണ്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കാണുന്നോടത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 5. ലോഡ് കാണുന്നോടത്ത് എന്തിടാം? അറിയില്ല, ലോഡാണ് കണ്ടുപിടിക്കേണ്ടത്. ലോഡ് ഡിവൈഡഡ് ബൈ എഫേർട്ട് എത്ര വന്നു? 50. എങ്കിൽ ലോഡ് ഈസിക്കൽട്ട് എന്ത് വരും? ഇതിങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ബേസിക് മാത്തമാറ്റിക്കാണ്. 50 ഇൻറ്റു എന്ത് വന്നു? 5. 5 5 25 250 ന്യൂട്ടൺ. എങ്കിൽ നെയിലിൽ എത്ര ഫോഴ്സ് അനുഭവപ്പെടും? 250 ന്യൂട്ടൺ ഫോഴ്സ് അനുഭവപ്പെടും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ സമയമുള്ളപ്പോൾ ഒന്ന് നോക്കാം. ഓക്കെ, താങ്ക് യു.